ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നേ മൂന്നാർ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന്. സോ അവിടെ കണ്ടിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള പൂക്കളുടെ ഒരു കളക്ഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. പല തരത്തിൽ പല വിധത്തിൽ മനോഹരമായിട്ടുള്ള പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ വായിക്കൊള്ളാത്ത കുറേ പേരുകളാണ്, പക്ഷേ ഞാനിത് ഓരോന്നായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും കിടിലായിരുന്നു, കാണാനും നല്ല മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടുനോക്കി അഭിപ്രായം പറയൂ കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പാർക്കിലും അതേപോലെ തന്നെ ഗാർഡനൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ പറഞ്ഞോട്ടെ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടങ്ങനെ നോക്കി നിന്ന് പോകും. പിന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ സെക്ഷനിലും അവർക്ക് ഏതൊക്കെ ഫ്ലവേഴ്സ് അവിടെ സെറ്റ് ചെയ്യാമെന്ന് നല്ല ഐഡിയയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഈ ഒരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും സ്റ്റക്ക് ആവില്ല, നമ്മുടെ സ്വന്തം സൺഫ്ലവർ. അപ്പോൾ ഇത് മാത്രമേ കുറച്ച് കണ്ട ടൈപ്പ് ഫ്ലവേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി കുറേയൊക്കെ വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഞാൻ കാണാത്ത ടൈപ്പ് ഫ്ലവേഴ്സായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഒരു ഫ്ലവർ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ഫ്ലവർ എന്താ പറയുക, ശരിക്കും നമ്മൾ കുപ്പികളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ഇല്ലേ, അതേ കണക്കിന് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ നോക്കിയപ്പോൾ വാട്ടർ ബോട്ടിൽ ടൈപ്പ് ഓഫ് പ്ലാന്റ് അങ്ങനെ എന്തോ ആണ്, പക്ഷെ ഞാൻ അതിൻ്റെ റിയൽ നെയിം ഓർക്കുന്നില്ല. പിന്നെ ഇത് ലൈക്ക് ഒരു ഫ്ലവർ ടൈപ്പും ആണ്, അതേപോലെ തന്നെ ഒരു ലീഫ് ടൈപ്പും ആണ്, അങ്ങനത്തെ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ നിൽക്കുന്നത് കാണാനാണ് നല്ല രസം കേട്ടോ. പിന്നെ നിങ്ങൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ ഒന്ന് നോക്കിക്കേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്രോക്കോളി ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തോന്നിയത് അതിൻ്റെ ഓരോ ഭാഗത്തും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഏരിയ ഉണ്ട്, അതായത് അവിടെ ഇങ്ങനെ ഓരോ പ്ലാന്റിന്റെ അടുത്തേക്ക് പോകുമ്പോഴും അതൊന്ന് പറിച്ചു നോക്കിയാലോ, അല്ലെങ്കിൽ അതൊന്ന് പറിച്ചാലോ, അല്ലെങ്കിൽ അതിന്റെ പ്ലാന്റ് ഒന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് അതൊക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ കുഞ്ഞു മക്കൾക്ക് നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹൈലി സെക്യൂർഡ് ആയിരിക്കും, അവിടെ ക്യാമറസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഇരു ഭാഗങ്ങളിലായിട്ട് അപ്പൊ നമ്മൾ ആ ഒരു മോഹം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മക്കളെ സവാരി നമുക്കും തോന്നിപ്പോകും നടന്നെടുത്ത വീഡിയോ ആണ്. പിന്നെ അത് പോയാലോ എന്ന് തോന്നുന്നു. ഓരോ ഘട്ടങ്ങളും അവർ നല്ല രീതിക്ക് ഡെക്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.